ആസ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റത്തിന് കാരണക്കാരായ ആ വ്യക്തികൾ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അവരിപ്പോഴെങ്ങനെയാണ് ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ കാണാൻ കഴിയുന്നത് പണ്ട് നിങ്ങൾ വളരെ വ്യത്യസ്തരായിരുന്നു എന്നാണ്. അതായത് നിങ്ങൾ എല്ലാവരെയും ഒരുപാട് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന കൂട്ടത്തിലായിരുന്നു. നിങ്ങൾ വളരെ ദയുള്ളവരായിരുന്നു. എന്നാൽ നിങ്ങൾ അത്രയധികം വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്ന ആരോ നിങ്ങളുടെ മനസ്സ് വെച്ച് കളിച്ചു എന്നുള്ളത് എനിക്കിവിടെ 7 ഓഫ് സോർഡ്സ് കിട്ടിയ കാർഡിൽ നിന്ന് മനസ്സിലായി. അതുപോലെ നിങ്ങളെ സംരക്ഷിക്കുമെന്നും അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുമെന്നും നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നതായി കാണുന്നു. നിങ്ങൾ അവർക്ക് കൊടുത്തത് സ്നേഹമായിരുന്നു, എന്നാൽ അവർ നിങ്ങൾക്ക് തിരികെ നൽകിയത് മാനിപ്പുലേഷൻ ആയിരുന്നു. അതായത് മൈൻഡ് ഗെയിംസ് ആയിരുന്നു. നിങ്ങളുടെ മനസ്സ് വെച്ച് അവർ കളിച്ചതായി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ഫീലിങ്സിനെ അവർ കണക്കിലെടുക്കാതെ, നിങ്ങളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് കാണാൻ ശ്രമിക്കാതെ അവർ മൈൻഡ് ഗെയിംസ് കളിച്ചിരുന്നു എന്ന് കാണുന്നു. അത് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അവരുടെ ഈ ഒരു സ്വഭാവം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ നിങ്ങൾ പലതവണ നിങ്ങളോട് തന്നെ അവരുടെ ഈ സ്വഭാവം ശരിയാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടാകാം. നിങ്ങളെ അവർ പലതവണ സംശയം അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുണ്ടാകാം അവരുടെ വാക്കുകളും പ്രവർത്തികളും കൊണ്ട്. അതായത് അവർ വാക്കുകളിൽ കാണിക്കുന്ന ചില കാര്യങ്ങൾ അത് പ്രവൃത്തിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് നിങ്ങളിൽ പല ചോദ്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവണം. അത് അവരുടെ മാനിപ്പുലേഷൻ ടാക്ടിക് ആണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അന്ന് കഴിഞ്ഞിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാകണം. നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകണം. ഈ ബന്ധത്തിൽ നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുള്ളതായി കാണുന്നു, ചതിക്കപ്പെട്ടതുപോലെ കാണുന്നു. അതുപോലെ നിങ്ങൾ കൊടുത്ത സ്നേഹം നിങ്ങൾക്ക് തിരികെ ലഭിച്ചില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവണം. ഈ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചതുപോലെ ഈ വ്യക്തിക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ നിങ്ങളെ വേദനിപ്പിക്കാൻ യാതൊരു അവകാശവുമില്ല. നിങ്ങൾ ഒരുപാട് മികച്ചത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ നഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ആരോ നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ അപഹരിച്ചതായി കാണുന്നു. ചിലപ്പോൾ ആരെങ്കിലും പൈസ വാങ്ങിയിട്ട് തരാത്തതോ അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിപ്പിച്ച് എന്തെങ്കിലും നിങ്ങളിൽ നിന്നും എടുത്തതോ ആകണം. അത് നിങ്ങളുടേതായിരുന്നു, നിങ്ങൾക്ക് അവകാശപ്പെട്ടതായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ ആയിരിക്കാം. ജീവിതത്തിലോ അല്ലെങ്കിൽ ജോലിയിലോ ഉള്ള നിങ്ങളുടെ പൊസിഷൻ അത് തട്ടിയെടുത്തതുമാകാം. നിങ്ങളുടേതായിരുന്ന എന്തോ ആര് തട്ടിയെടുത്തതായി കാണുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുത്തു. അപ്പോഴേക്കും ചതി പറ്റി കഴിയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ പ്രവർത്തികൾ അവർക്ക് തിരിച്ചടിയാകും എന്നാണ് കാണാൻ കഴിയുന്നത്. അവര് നിങ്ങളിൽ നിന്നും എടുത്തത് എന്ത് തന്നെ ആയാലും അത് ഒരിക്കലും അവർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അവകാശപ്പെട്ടതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകില്ല. അവർക്കത് ടോക്സിക് ആകും എന്ന് കാണുന്നുണ്ട്. അവരുടെ വഴിയിൽ അത് നാശമുണ്ടാക്കും എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്നും കാണുന്നു. കാരണം അതിൽ നിങ്ങളുടെ കണ്ണുനീരും വിശ്വാസവുമാണ് ഉള്ളത്. അതുപോലെ മുൻപ് നിങ്ങൾ ഒരുപാട് വേദനിച്ചു അല്ലെങ്കിൽ ചതിക്കപ്പെട്ടു എന്ന് കാണുന്നു. അത് നിങ്ങളെ ഒരുപാട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റി നിങ്ങളെ തന്നെ മാറ്റിയതായി കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിള് അനുഭവിച്ചതായിട്ട് കാണുന്നു. ആ ഒരു സ്ട്രഗിൾസ് തന്നെയാണ് ഇന്നത്തെ നിങ്ങളെ ആക്കിയത്. അതായത് നിങ്ങൾ ഒരുപാട് സ്ട്രോങ് ആക്കി എന്ന് കാണുന്നു. ഈ നടന്ന പല കാര്യങ്ങളും, നിങ്ങളുടെ ജീവിതത്തിൽ മുൻപ് നടന്ന പല കാര്യങ്ങളും നിങ്ങളിൽ ചിലരിൽ PTSD അതായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പോലുള്ള പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകണം. അതായത് ചിലരിൽ പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ ഡിപ്രഷൻ, ആങ്സൈറ്റി, എപ്പോഴും വിഷമം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ഉണ്ടാക്കിയതായിട്ട് കാണുന്നു നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ജീവിത എക്സ്പീരിയൻസ് കാരണം. അങ്ങനെ അതുകൊണ്ട് തന്നെ ജീവിതത്തെക്കുറിച്ച് മുൻപുണ്ടായിരുന്ന പല കാഴ്ചപ്പാടുകളും ഇപ്പോൾ നിങ്ങൾക്കില്ല. നിങ്ങളുടെ കാഴ്ചപ്പാടുകളെല്ലാം മാറിയതായി കാണുന്നു.
അങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ന് ആദ്യമായിട്ട് ഒരു വ്യക്തി നിങ്ങളെ കാണുമ്പോൾ അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് സഹിച്ചെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇംപ്രഷൻ അല്ല അവർക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ കിട്ടുന്നത്. നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളതാണ് അവർക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, അവർ നിങ്ങളോട് കൂടുതൽ ക്ലോസ് ആവുന്ന ആ ഒരു സമയത്ത് അവർക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഹീലിംഗ് നിങ്ങളുടെ അടുത്ത് നിന്നും കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ആർക്കും നിങ്ങളുടെ ഫീലിങ്സ് വെച്ചിട്ട് കളിക്കാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയില്ല എന്ന് മറ്റുള്ള വ്യക്തികൾക്കും മനസ്സിലാവുകയും ചെയ്യും. നിങ്ങൾ ആരെയും ഇനി അതിന് അനുവദിക്കുകയും ഇല്ല എന്നുള്ളത് നിങ്ങളുടെ ചുറ്റും ഇപ്പോഴുള്ള വ്യക്തികൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം നിങ്ങൾ ഇപ്പോൾ കൂടുതൽ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ആരോ ഒരാള് നിങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങള് നിങ്ങൾ ഇനി ഓർക്കരുത് എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നുള്ള ആളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന ആ ഒരു വ്യക്തിയോ ആയിരിക്കാം. അവർ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞു പോയ മോശം അനുഭവങ്ങൾ നിങ്ങൾ ഓർക്കാതെ നല്ല കാര്യങ്ങൾ മാത്രം ഓർക്കാനാണ്. ഇത് ആരോ അവർ നിങ്ങളോട് ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതൊരു പക്ഷേ നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു വ്യക്തി തന്നെ ആകണം. അയാൾക്ക് അല്ലെങ്കിൽ അവർക്ക് റിയലൈസേഷൻ ഉണ്ടായിരിക്കണം. അവര് നിങ്ങളെ കൺട്രോൾ ചെയ്തതും അല്ലെങ്കിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തതും എല്ലാം തെറ്റായി പോയിരുന്നു, നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിരുന്നു അത് കാരണം എന്ന് അവർക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് ചെയ്ത തെറ്റുകള് നിങ്ങളിൽ ഉണ്ടാക്കിയ ആ ഒരു ട്രോമ മനസ്സിലാക്കിയ ശേഷം ആ റിയലൈസേഷൻ ആ വ്യക്തിക്ക് വന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ആ വ്യക്തി നിങ്ങളെ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അതേക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ ക്ഷമ ചോദിച്ചിട്ടുണ്ടാകില്ല. എന്നാൽ നിങ്ങളോട് കാണിച്ചതിൽ അവർക്ക് കുറ്റബോധം ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നു. അവര് നിങ്ങളെ ട്രീറ്റ് ചെയ്ത രീതികളെല്ലാം മോശമായിരുന്നു എന്ന് അവർക്ക് തോന്നൽ ഉണ്ടായതായിട്ട് കാണുന്നു. ചിലപ്പോൾ മറ്റെവിടെ നിന്നെങ്കിലും ഇതേ അനുഭവം അവർക്കും കിട്ടിയിട്ടുണ്ടാകണം. അങ്ങനെയാകണം ഈ ഒരു റിയലൈസേഷൻ അവർക്ക് ഉണ്ടായത്. എന്നാൽ ഈ ഒരു വ്യക്തി ഇപ്പോഴത്തെ നിങ്ങളുടെ ഇൻഡിപെൻഡൻസിനെ അവരിപ്പോഴും ബഹുമാനിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ആരോ തിരിച്ചു വന്ന് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും എന്നും കാണുന്നു. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി തന്നെ ആകണം മുൻപ് പറഞ്ഞതുപോലെ ആ വ്യക്തിക്ക് നിങ്ങളോട് ചിലത് പറയാനുള്ളതായി കാണുന്നു. അവര് നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വരുന്ന സമയത്ത് അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം എന്താണോ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അത് നിങ്ങൾ നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യുക. അതിനുശേഷം മാത്രം തീരുമാനിക്കുക അവരുമായിട്ട് സംസാരിക്കണമോ വേണ്ടയോ എന്നുള്ളത്. കാരണം വീണ്ടും വിഷമമോ അല്ലെങ്കിൽ പാനിക് അറ്റാക്കോ ആങ്സൈറ്റിയോ ഒക്കെ വരുന്നെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാൻ നിൽക്കരുത്. ഒരിക്കല് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ പ്രിയപ്പെട്ടത് ആയി കരുതിയവരായിരുന്നു അവരെന്ന് പറയുന്നത്. നിങ്ങളുമായിട്ട് വീണ്ടും നല്ല ടേംസിലാകാൻ അവര് ഇപ്പോഴ് നിങ്ങളെ ബന്ധപ്പെടും അല്ലെങ്കിൽ ബന്ധപ്പെടാൻ ശ്രമിക്കും എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരിക്കല് ഈ വ്യക്തിയിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്നു, അവരുടെ അംഗീകാരമൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും നിങ്ങൾക്ക് കിട്ടിയത് നിരാശ മാത്രമായിരുന്നു. അവർ നിങ്ങൾക്ക് വില തന്നിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ അവര് കൂടെ ഉണ്ടായിരുന്നില്ല, അവൈലബിൾ ആയിരുന്നില്ല. ഈ വ്യക്തി ചിലപ്പോഴും നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ എക്സ് അല്ലെങ്കിൽ ഇപ്പോഴുള്ളവരോ അല്ലെങ്കിൽ ലവറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ ഒരു ക്ലോസ് ഫ്രണ്ടോ ആകാം. അത് നിങ്ങൾക്കായിരിക്കും അറിയുന്നത്. അതുപോലെ നിങ്ങളുടെ പവറിനെ അവര് അന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തി ആയിരുന്നു. അവര് നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരുന്നതായിട്ട് കാണുന്നു. ഇപ്പോൾ അവർക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ നിങ്ങളുടെ പവർ അല്ലെങ്കിൽ വില എല്ലാം മനസ്സിലാകുന്നു. അവർ നിങ്ങളെ നിരീക്ഷിക്കുന്നതായിട്ട് കാണുന്നു. അവർക്ക് നിങ്ങൾ എത്ര പവർഫുൾ ആയിരുന്നു എന്ന് ഇപ്പോഴും നിങ്ങൾ ബോധ്യപ്പെടുത്തിയതായി കാണുന്നു. സൂക്ഷിക്കുക, ഈ വ്യക്തി പഴയ നല്ല ദിവസങ്ങളെ കുറിച്ച് പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കാം. പക്ഷെ നിങ്ങൾക്ക് അതത്ര നല്ലതായിരുന്നില്ല എന്ന് ഓർക്കുക. നിങ്ങൾക്ക് ഇനി ആ പാസ്റ്റ് വേണ്ട എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് മാറി. ഇന്ന് നിങ്ങൾ പവർഫുൾ ആണ്, നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആണ്, എല്ലാവരെയും മനസ്സിലാക്കാൻ പഠിച്ചു, ആരെ വിശ്വസിക്കണം അല്ലെങ്കിൽ ആരെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പഠിച്ചു. അവർക്ക് അറിയുന്ന പഴയ വ്യക്തി അല്ല നിങ്ങൾ ഇപ്പോൾ. അവർക്ക് നിങ്ങളെ ഇപ്പോഴും നിങ്ങളായി കാണാൻ കഴിയുന്നില്ല എങ്കിൽ, അതായത് ഇപ്പോഴുള്ള നിങ്ങളായി കാണാൻ കഴിയുന്നില്ല എങ്കിൽ അവർ വീണ്ടും ആ പഴയ നിങ്ങളെയാണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഇൻഡിപെൻഡന്റ്
ഇൻഡിപെൻഡന്റ് ആണ്, സ്ട്രോങ് ആണ്, നിങ്ങൾ ഇമോഷണലി ഇൻഡിപെൻഡന്റ് ആണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു. നിങ്ങൾ ഓരോ വ്യക്തിയെയും പഠിച്ചു. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ പഠിച്ചു. അതുപോലെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്ത് ജോലി ചെയ്യണം, അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് പൈസ സ്വാതന്ത്ര്യം നൽകും എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് തന്നു. നിങ്ങൾക്ക് വളരെയധികം അധ്വാനിക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ട് എന്ന് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ 8 ഓഫ് പെന്റക്കിൾസിൽ കാണിക്കുന്നത് നിങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി ഇരുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പല ആവശ്യങ്ങളും നിഷേധിക്കപ്പെട്ടിരുന്നു. നിങ്ങൾ മാത്രമാണ് നിങ്ങളെ സംരക്ഷിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ഇപ്പോൾ ആരുടെയും സഹായം ആവശ്യമില്ല. ഒരാളും അതുകൊണ്ട് തന്നെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വരികയുമില്ല ഇനി. അതുപോലെ നിങ്ങൾക്ക് ഇനി ആരെയും ഒന്നിനും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു പ്രാപ്തി നിങ്ങൾ ആർജിച്ചെടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ നിങ്ങളിൽ ചിലർക്ക് ഇപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളതായി കാണുന്നു. അതായത് ഒരിക്കല് എല്ലാവരെയും വിശ്വസിച്ചിരുന്ന നിങ്ങൾ ഇന്ന് നോക്കിയും കണ്ടും മാത്രമേ ഇടപെടുകയുള്ളൂ എന്ന് കാണുന്നു. അതുപോലെ ഇവിടെ ഒരു ഹെർമിറ്റ് കാർഡ് കാണിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും പേടിയില്ലാത്തതായി കാണുന്നു. നിങ്ങളിപ്പോൾ ഷോ ഓഫ് അല്ലെങ്കിൽ ഒന്നിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലാതെ, ഒരുപാട് ആൾക്കാരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ലാതെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പല ഭയങ്ങളും ഇന്നില്ലാത്തതായി കാണുന്നു. ചില ആൾക്കാർ ഇത് കണ്ട് ഭയക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ഈ ഭയമില്ലായ്മ അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എവിടെ ഒറ്റയ്ക്ക് പോകാനും പേടിയില്ലാത്തതായി കാണുന്നു. എന്നാൽ ഒന്ന് ചിന്തിക്കുക, ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളുടെ കൂടെ, നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആൾക്കാർ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവർക്ക് നിങ്ങളിൽ നിന്ന് മറ്റൊന്നും വേണ്ട, നിങ്ങളുടെ സ്നേഹം വേണം. അതുപോലെ നിങ്ങൾ വിജയിക്കുന്നതും കാണണം. അതുപോലെ തന്നെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് വരുന്നു എന്ന് ഒരു മെസ്സേജ് കാണുന്നുണ്ട്. ഇവിടെ ഒരു ഫെമിനിൻ എനർജിയാണ് കാണുന്നത്. ചിലപ്പോൾ ഫെമിനിൻ എനർജിയാണ് കാണുന്നതെങ്കിലും ചിലപ്പോൾ മെയിലും ആകാം ഫീമെയിൽസിന്. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സമയത്ത് അവര് നിങ്ങളുടെ അടുത്തേക്ക് എത്തുമെന്ന് കാണുന്നു. അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി നിറയുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ മനസ്സിൽ സ്നേഹം, സംരക്ഷണം എല്ലാം കൊണ്ട് വരുന്നതായിട്ട് കാണുന്നു. അതായത് ഒരു ഫാമിലി എൻവയോൺമെന്റ് ആണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഫാമിലി നിങ്ങൾക്കുണ്ടാകാം. അതുപോലെ തന്നെ ആരോ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരോ, അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി പോലെ കരുതുന്ന ആരോ ആയിരിക്കാം. ചിലർക്ക് നിങ്ങളുടെ മാതാപിതാക്കളാകാം, അല്ലെങ്കിൽ അമ്മുമ്മയോ അപ്പൂപ്പനോ ഒക്കെ ആകാം. അത് തന്നെ ആകണമെന്നുമില്ല. നിങ്ങളെ മറന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആരോ ഒരാൾ ആകാം. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പ്രത്യേകം കഴിവുള്ളവർ ആണ് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഒരു മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. ചില കാര്യങ്ങൾ നടക്കാൻ കുറച്ച് സമയമെടുക്കും, എന്നാൽ അത് നടക്കുക തന്നെ ചെയ്യും. മറ്റു പലർക്കും നടത്താൻ പറ്റാത്ത പല വലിയ കാര്യങ്ങളും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നടപ്പിലാക്കാനുള്ള കഴിവുണ്ട് എന്ന് കാണുന്നു. അത് നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. അതുപോലെ നിങ്ങളുടെ ചുറ്റുമുള്ള, നിങ്ങളുടെ കുടുംബത്തിലുള്ള പല ജനറേഷണൽ ട്രോമ നിങ്ങൾ വഴി ബ്രേക്ക് ആകും എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു മജീഷ്യനെ പോലെയാണ്. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളെ ഒന്നും കർമ്മ വെറുതെ വിടില്ല എന്ന് കാണുന്നു. കാരണം കർമ്മ നിങ്ങളുടെ കൂടെയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്തെങ്കിലും ഉറപ്പിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ ആഗ്രഹം സാധിക്കാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിൽക്കും. മാനിഫെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് എനർജി മറ്റുള്ളവർ തന്നാലും അത് 3 ഇരട്ടിയായിട്ട് മടക്കി അവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയാണ് ഒരാൾ തരുന്നതെങ്കിൽ അവർക്ക് അതുപോലെ തന്നെ കിട്ടും. എന്നാൽ നെഗറ്റീവ് എനർജി തരുന്നെങ്കിൽ, നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് 3 ഇരട്ടിയായിട്ട് അവർക്ക് തന്നെ കൊടുക്കും. കാരണം കർമ്മ ഇപ്പോൾ നിങ്ങളുടെ കൂടെയാണ്. നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ പാസ്റ്റിൽ, നിങ്ങളുടെ മുൻപുള്ള ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചത് കൊണ്ട് തന്നെയാണ് യൂണിവേഴ്സിന് നിങ്ങൾക്ക്
ചില നല്ല മുഹൂർത്തങ്ങൾ നൽകും എന്ന് കാണുന്നു. നിങ്ങൾക്ക് ചില റിവാർഡ്സ് അല്ലെങ്കിൽ ഗിഫ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും. അത് കിട്ടാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം പരിശ്രമിക്കുന്ന എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് റിവാർഡ് കിട്ടും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നിങ്ങൾ അത് കിട്ടുന്നത് നിങ്ങൾക്ക്. അതും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും അത്. ചിലപ്പോൾ ഒരു ജോലിയോ അല്ലെങ്കിൽ പ്രൊജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മറ്റെന്തെങ്കിലും ആകാം. എന്തായാലും നിങ്ങൾ ആ സർപ്രൈസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം മനസ്സിൽ വെക്കുക. ലെറ്റ് ഗോ ചെയ്യേണ്ടവരോട് ക്ഷമിച്ച് ലെറ്റ് ഗോ ചെയ്യുക. എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.